ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ ക്രിസ്മസിൻ്റെ അന്നത്തെ രാത്രി. ഇപ്പം ഞാൻ ആ വീഡിയോ എടുത്തത് ശബ്ദം കറക്റ്റായില്ല, വേറെ ഒന്നും അവിടെ ഫാൻ ഇട്ടപ്പോൾ അതിൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട് തടതാണ് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് രാത്രിയാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളുടെ ഉള്ളതുകൊണ്ട് ഓണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹാപ്പി ആയില്ലേ, നമ്മൾ അടിച്ച് പൊളിച്ചു. അപ്പം അത് നല്ലൊരു മുഹൂർത്തം തന്നത് പൊന്നു ഷെബീൻ്റെ കേട്ടോ. അവർ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞത് ക്രിസ്മസ് അവരുടെ വീട്ടിൽ വെച്ച് ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവരുടെ പുതിയ വീട്ടിൽ വെച്ചിട്ട് ആഘോഷിച്ചിട്ടോ. അപ്പോൾ അന്ന് രാവിലെ തലേദിവസം വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാൻ എല്ലാ മസാലകളും പുരട്ടി സെറ്റ് ചെയ്തിട്ട് മീൻ കറി വെച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ നോക്കട്ടെ. രാവിലേക്കുള്ള നമ്മൾ ചിക്കൻ കുറുമ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചിക്കൻ കുറുമ അടിപൊളിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നുണ്ട് കേട്ടോ, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പലരും പല തരത്തിലാണ് വയ്ക്കുക. അപ്പം ഞാൻ വയ്ക്കുന്ന രീതിയാണ് ഞാൻ കുറച്ചുള്ളൂ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിനും ഇട്ടു കേട്ടോ. അധികം മൊരിയരുത്, മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റും ഫ്ലേവറും മാറും കേട്ടോ. അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ ഒരു വലിയൊരു സബോളയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വലിയൊരു സബോള ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചെപ്പടില്ല, പച്ചമുളക് വാടി കഴിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ സബോളയും ഒരുപാട് വാട്ടണില്ല, ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് ഒന്ന് ചെറുതായിട്ട് വാടിയതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ എടുത്തോളം ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടാൽ. കുരുമുളക് പൊടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് എരിവ് നോക്കിയിട്ട് ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. തൊണ്ടയൊക്കെ അടയാനും സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൂ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളിടുന്നത് ഇത് പൊടിയോടൊക്കെ ഇട്ടിട്ട് ഒരുപാട് മൊരിയാണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി മതി. ഒരുപാട് മൊരിഞ്ഞ് നമ്മുടെ കറിയുടെ കളറും മാറും, ടേസ്റ്റും മാറും കേട്ടോ. കണ്ടാൽ ഞാൻ ഇപ്പോൾ ഗരം മസാല പൊടി ഇട്ടു. എനിക്ക് പട്ടയും ഗ്രാമൊന്നും അങ്ങനെ ഇടുന്നത് ഇഷ്ടമില്ല കേട്ടോ. അത് കടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായയുടെ ടേസ്റ്റ് പോയി. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടു കേട്ടോ. ഇട്ട് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ ആ ചിക്കനൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കനും ഉരുളക്കിഴങ്ങും ക്യാരറ്റും പച്ചമുളക് ഏറ്റവും ലാസ്റ്റ് വേവിക്കണം, നേരത്തെ ഇടണം കേട്ടോ. പിന്നെ നമ്മളിതിൽ 2-ാം പാലാണ് ആദ്യം ചേർക്കുന്നത്. 2-ാം പാൽ ചേർത്ത് വെന്ത് വരുന്നോട് കൂടിയിട്ട് ഒരു 5-8 അണ്ടിപ്പരിപ്പ് അരച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് അതൊക്കെ ഒന്ന് കുറുകിയാണ് വരുന്നോട് കൂടിയിട്ട് നല്ല കട്ടിയുള്ള 1-ാം പാൽ ഒഴിക്കുക, ഓഫ് ചെയ്യും. പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അല്ലേ, നല്ല ടേസ്റ്റ്. കുടുക്ക് വീണ്ടും വെച്ചാൽ പറഞ്ഞിട്ട് നാളെ അങ്ങനെ 2 പാക്കറ്റ് ബ്രെഡ് മേടിച്ചിട്ട് അവനിഷ്ടം. അവൻ അത് കഴിക്കുമ്പോൾ ആസ്വദിച്ചിട്ട് കഴിക്കണം. അത് കാണുമ്പോഴാണ് നമ്മുടെ സന്തോഷം അല്ലേ. ലെവലായിട്ടാ ഷെബി പറഞ്ഞു നമുക്ക് ആവിയിലെടുത്തിട്ട് കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ ആവിയിലൊക്കെ എടുത്തിട്ടാണ് കഴിച്ചിട്ടാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയിട്ട് നമുക്കൊരു 10-15 വേവണ്ട നേരമുള്ളൂ. ബാക്കിയൊക്കെ പെട്ടെന്ന് ചില പറയാന്ന് വെച്ച് പണി കഴിയും. കണ്ട 2-ാം പാലാണ് ഒഴിച്ചത്. അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ചിക്കൻ്റെ വെള്ളം ഉണ്ടാകും. ഗ്രേവിക്ക് അനുസരിച്ച് ചേർത്തോട്ടോ. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് കൂടുതൽ അരച്ച് ചേർത്താൽ നല്ല കൊഴുപ്പ് കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടു. ഉപ്പ് കുറച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടു. പിന്നെ നമ്മളിത് മൂടി വെച്ച് വേവിക്കണം. പിന്നെ ഇവിടെ നിന്നുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ ക്രിസ്മസിൻ്റെ അന്ന് തിക്ക് തിരക്കാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ ബീഫ് കറി ഉണ്ടാക്കിയിട്ടാ. പൊന്നിൻ്റെ ഒരുപാട് പാത്രങ്ങളില്ലാത്താലും ഓരോന്ന് ഒഴിവാക്കിയിട്ട് അതിൽ തന്നെയാണ് ഞാൻ വെച്ചെടുത്തിരുന്നത്. എന്താ വെച്ചാൽ ഇത് ഇഷ്ടമില്ല വേണ്ടെങ്കിൽ ബീഫ് കറി കഴിക്കുക. കള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ബീഫും ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം. പക്ഷെ കള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫ് നല്ല ബീഫായിരുന്നു, നല്ലതായിരുന്നു. ഒക്കെ കൂടി അടിച്ച് പൊളിച്ച് കഴിച്ചോട്ടാ. ഈ പ്രാവശ്യം ഞാൻ കഴിച്ചോട്ടാ. ടെൻഷൻ ഉണ്ടെങ്കിൽ കഴിക്കാണ്ടിരിക്കുന്നില്ലേ, കഴിച്ചു. അങ്ങനെ നീങ്ങി പിന്നെ ലാസ്റ്റത്തെ അറ്റകുറ്റപ്പണി പറയാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പണിയേക്കാനുള്ള മുന്നത്തെ പണികളോട്ടോ. പാതിപ്പുറം നിറച്ച് സാധനങ്ങളാണ്. എന്താ വെച്ചാൽ നമ്മൾ കുറേ സാധനം ഉണ്ടാക്കണ കാരണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെയൊന്നും ആവശ്യമില്ല അല്ലേ കേട്ടോ. പിന്നെ കുറേ സാധനം പീടിയിൽ നിന്ന് മേടിച്ചോണ്ടൊക്കെ പോയിട്ട് പാത്രങ്ങളാക്കുന്നുണ്ട്. അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളും നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മീൻ മസാല പറ്റിയതിൻ്റെ ഇടയിൽ ഇപ്പുറത്തടുപ്പിൽ ഞാൻ മീൻ മസാല പറ്റിയത് അത് വറുത്തെടുക്കുന്നുണ്ട്. ഈ കറികളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ മീൻ വറുത്തെടുക്കുന്നുണ്ട്, ചിക്കൻ വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പുറത്ത് പയറുപ്പേരി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒക്കെ ഓരോന്നോരോന്ന് പടപടാന്ന് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് തരാം. നമ്മുടെ അപ്പുറത്ത് നിന്ന് നമ്മുടെ അന്വേട്ടൻ ഫുൾ സപ്പോർട്ട് കാര്യങ്ങളാണ്. അന്വേട്ടൻ തന്നെയാണ് ചെയ്ത് തരുന്നത്, എല്ലാ കഷ്ണങ്ങൾ നന്നാക്കി തരുന്നത്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകണ നേരത്തായിട്ട് നമ്മൾ ബ്രെഡിൽ ആവിയിലെടുത്തത് കഴിക്കണേക്കാൾ കുറേ മുന്നേ നമ്മൾ ആവിയിലെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊരു ടേസ്റ്റിലുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രെഡ് ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്തു രാവിലെ. എന്തൊക്കെയുള്ളത് പറഞ്ഞേ.
അയ്യോ കള്ളപ്പുണ്ട്, ബ്രെഡ് ആവിയില് അതുപോലെ ചിക്കൻ കുറുമയുണ്ട്, എന്താ പറയണ ഇഷ്ടം. ഇത് ബീഫ് കറി ഉണ്ട് കേട്ടോ. കറി എങ്ങനെയുണ്ട്? ഏത് കറി രസം? നന്നായിണ്ട കറി നന്നായിണ്ട സൂപ്പറായിട്ട്. എൻ്റെ മോള് കഴിച്ചിട്ടില്ലേ? ചോ അവിടെ അവിടെ നിക്കണോക്ക് കഴിക്കാനൊന്നല്ല തല്ലുണ്ടാക്കാൻ വേണ്ടി നിക്കണുണ്ട് ഞാൻ. എന്താ വേണ്ട മോനെ? ഏത് ചിക്കൻ ഇഷ്ടമല്ലേ? അതെ സത്യം നമ്മളപ്പോ നീ നാളെ പോണല്ലോ. ഇവർക്ക് വർക്കുണ്ട് കണ്ണൂര്. വേറെ ചേച്ചിയുടെ അടുക്ക് വരാട്ടാ. അവനവിടെ നിക്കാത്ത നിന്നുണ്ടല്ലോടാ. ഇപ്പൊ നിന്നില്ല. ഇന്നെ ഡൈറ്റിങ് കാര്യങ്ങളൊക്കെ പോയിട്ടാ. അടുത്ത ക്രിസ്മസ് അല്ലേ അപ്പൊ കഴിക്കാന്നേ. അങ്ങനെ ഞങ്ങളെല്ലാതും കൊണ്ടുവച്ച് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. കണ്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ ചേച്ചി ഫോൺ വിളിച്ചിട്ട് എന്തൊക്കെയാണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പൊന്നൂൻ്റെ അവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ചേച്ചി ഞങ്ങൾ വീഡിയോ കോളാണ് ഞാൻ കൂടുതൽ ചെയ്യാട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ ഓരോന്നവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും ചോദിക്കട്ടെ. അപ്പോൾ നമ്മുടെ കാർത്തും ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ ബാക്കി അത് ആർക്കും കഴിക്കാൻ കിട്ടില്ല എന്ന് തോന്നുന്നു. കണ്ടിരിക്കുന്ന എന്നാലും മൂപ്പർക്ക് ഇഷ്ടമുള്ള സാധനം മൂപ്പര് കഴിക്കൂടാണ് കേട്ടോ. ഈ വെള്ളയപ്പം കറി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, കള്ളപ്പം ഇതൊക്കെ അത് കുറേശ്ശെ കഴിച്ചു. അങ്ങനെ ഞാൻ ഉച്ചത്തേക്ക് വീട്ടിലാണല്ലേ കിടക്കൊക്കെ നല്ല ഭയങ്കര മൂന്ന് കുട്ടിക്കുറുമ്പന്മാരാണ്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഞങ്ങളങ്ങനെ റൂമിൻ്റെ ഉള്ളിലോട്ട് കുഞ്ഞു കുഞ്ഞു വാതിലടിച്ചു. നമുക്കൊരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ എന്തോരം ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് പിടികിട്ടിയില്ല. പക്ഷേ ഒട്ടും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഒരു ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും. ഞങ്ങളെപ്പോഴും ഒരുമിച്ചാണ്, ഞങ്ങൾ വേറിട്ട് ഇങ്ങനെ സമയം ഇല്ലല്ലോ കേട്ടാ. അപ്പോൾ ആ ഒരു വർക്കിന് പോയി നേരണം അവർ ഞങ്ങളോട് പറഞ്ഞ ബ്ലോക്കിൽ പെട്ടു എന്ന് പറഞ്ഞിട്ട് ഞാനും വീഡിയോ കോൾ ചെയ്ത് പറഞ്ഞു വെച്ചപ്പോൾ എത്തുമ്പോൾ പറഞ്ഞു. പിന്നെ അവർക്ക് ഭക്ഷണം വെച്ചിട്ട് കാണരുത്, ഞങ്ങൾ വെച്ചത് ഞങ്ങൾ കഴിച്ചു. പിന്നെയാണ് പറയുന്നത് ബ്ലോക്കിൽ പെട്ടു. ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല, ഗിഫ്റ്റ് അല്ല ബ്ലോക്ക് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അത്ര നേരം. അച്ഛൻ പിന്നെ ഇങ്ങനത്തെ കള്ളത്തരകളൊക്കെ പെട്ടെന്ന് പിടിക്കുക അച്ഛൻ. അതെ കള്ളന് കഞ്ഞി വെച്ചെടുത്തോനാണ് ഞാൻ, അതൊക്കെ അറിയാലോ. അങ്ങനെ ഓരോരുത്തരുടെ വീഡിയോ ഫോട്ടോ ഒക്കെ ആയിട്ട് എടുക്കട്ടോ. പക്ഷേ ഇങ്ങനെ അല്ലേ ഈ ക്രിസ്മസിന് ഒരു പ്രത്യേക രസമാണ് നമ്മൾ ഈ തൊപ്പിയൊക്കെ ഇട്ടിട്ട് കാണാം അല്ലേ. അതൊരു ഭയങ്കര ഒരു അല്ലേ മറ്റുള്ള ഓരോ വിശേഷങ്ങൾക്ക് ഓരോ പ്രത്യേകത. ക്രിസ്മസ് ഭയങ്കര രസമാട്ടോ. ഭയങ്കര ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ സത്യം പറയുന്നത് ഭയങ്കര ടെൻഷൻ. ഇനി അടുത്ത ഡിസംബർ വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. അത് അവർ സർപ്രൈസ് ഇവിടെയൊക്കെ എന്തോ കണ്ട മേശയും അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താന്ന് എനിക്കറിയാം, ഏതാന്ന് എനിക്കറിയില്ല. ഹലോ തുറന്നോളൂ. ആ വരിവരിയായിട്ട് വരൂ, കുഞ്ഞാടുകളെ വരിവരിയായിട്ട് പോകും. വലിയാടെ ഏറ്റി ബാക്കില്ല, കുഞ്ഞാടുകളാണ് ഫ്രണ്ടില്. ഗിഫ്റ്റോ എന്റെ മോനെ, ഇതെന്നതൊക്കെ പൊതിഞ്ഞ് സെറ്റ് ചെയ്തു. ഉണ്ണിയാളെ
കഴിച്ചാ എനിക്കെല്ലാരും ഇവിടെ ഇരിക്ക്. എല്ലാരും ഉണ്ട്, ആരും പേടിക്കണ്ട. കൈ മുച്ച അച്ഛനും കഴിക്കേ അവരെ പിടിക്കും, ഞങ്ങളവരെയാ. നീ എത്രയും പെട്ടെന്ന് വരെ സ്വന്തം വീട്ടില് ഞാൻ കേക്ക് മുറിക്കാൻ പെട്ടെന്ന് ഭാഗ്യം തരണേ അല്ലേ? ആദ്യം ഉണ്ണികള് ആദ്യം ഇവിടുത്തെ ഇവിടുത്തെ മാലാക കുട്ടിക്ക് ആദ്യം ഇവിടുത്തെ കുഞ്ഞു മാലാക. ആയിക്കോട്ടെ ചെറുതുകളെന്ന് വയറ് കിട്ടിയില്ലോ. അവൾക്ക് സ്വന്തം ഇനി അച്ഛന് കൊടുക്കൂ. അമ്മേരെ ചെറിയ കുട്ടി അച്ഛനാ. അലേക്ക അയ്യോ കാത്തുമ്മ അങ്ങോട്ട് ഇതാക്കണം. കാത്തു മിച്ചു കുഞ്ഞ അപ്പൊ അങ്ങനെ കേക്ക് മുറിച്ചു. അപ്പൊ ഫസ്റ്റ് കൊടുക്കുള്ള അച്ഛനാണ്. അച്ഛനുള്ളത് ഇതാ അത് റെഡ്. ആ റെഡ്. നീ കൊടുക്കും. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു ഹാപ്പി ക്രിസ്മസ്. അമ്മയ്ക്ക് ഭയങ്കര കടത്തില്ല എന്തോ കാര്യം നിങ്ങൾ നോക്കി ആയില്ലേ പൊളിക്കാനായിട്ടില്ലേ? ഹാപ്പി ക്രിസ്മസ് കൊടുക്കുക. പിന്നെ എല്ലാരും നോക്കി അച്ഛന്റെ നോക്കിട്ട് വേണം ചെയ്യാൻ. ഏതാന്ന് ഉറപ്പില്ല. ഇങ്ങോട്ട് വരണേ. ഹാപ്പി ക്രിസ്മസ് കുഞ്ഞാ. കുടിക്കണ്ടോ? അച്ഛന്റെ അച്ഛനെ ഇഷ്ടപ്പെടും എനിക്ക് അറിയില്ല. എന്തായാലും ഗിഫ്റ്റ് കാത്തുമ്മ ഇത് എല്ലാരും നമുക്ക് മാറ്റാട്ടോ. പറ്റൊന്നും നിക്ക് അപ്പൊ മോൾ കൊടുന്ന് കാണാൻ കാത്തുമ്മ ഇത് എന്റെ പൊന്നു ഭാര്യക്ക്. അതാ എനിക്കറിയില്ല. ഞാൻ അമ്മയ്ക്ക് ഗിഫ്റ്റ് മേടിക്കുന്ന നേരത്താണ് ഇത് ഞാൻ തന്നെ. ഞാൻ തന്നെ എനിക്ക് ആരും തന്നെ. അപ്പൊ വിളിക്കട്ടെ ഓരോരുത്തരായിട്ട് വിളിച്ചോ? ഓരോരുത്തരായിട്ട് വിളിച്ചു. എന്നാലാണ് ആദ്യം അച്ഛൻ വിളിക്കട്ടെ. നല്ല കവർ മാത്രം പാക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ചിലവർക്കൊക്കെ പെട്ടി കിട്ടി, വലിയവർക്ക് കവറിൽ പാക്ക് ചെയ്ത. വൈറ്റ് കിട്ടി. ഓക്കെ സെറ്റ്. രസണ്ടാ? സെറ്റ് അടിപൊളി. പെട്ടെന്ന് എടുത്താണ്. എന്തോ എന്നല്ല കുണുക്കം പൊളിച്ചോ? പെട്ടിയാണോന്ന് അറിയില്ല. അല്ലേ നമുക്ക് മാറ്റാട്ടോ. നീല രണ്ട് നീലല്ലേ? ഇതിലൊരു ടെസ്റ്റും കൂടി ഉണ്ട്. അല്ലല്ല, ഒരു ടെസ്റ്റും കൂടി ഉണ്ട്. ഇന്ന് രണ്ടുപേരുടെയും അപ്പി ഒരേപോലെ ഡ്രസ് ഇടുന്ന. നമുക്കെല്ലാം കഴിഞ്ഞ ശേഷം അറിയില്ല. കുണിക്കുമോളെ ഒരു കേക്ക് ഉണ്ട്. ഞാൻ അടക്കി വെക്കണ ആണോ? അല്ല, കാത്തുണ്ട്. പൊളിക്കറിയാത്ത ആളുടെ പിന്നെ പൊളിച്ചു. ആ വെള്ളുടുപ്പിന്റെ ഒന്നിനും കൊള്ളണ്ടാവോ? അയ്യോ, കാത്തുന്റെ വെള്ളുടുപ്പ്
നല്ല ഉള്ളെടുപ്പാണ്. ആയാ ആയിട്ടില്ല, ഇനി ഏതാനും നിമിഷക്കുള്ളില്. ഇഷ്ടായ? പിന്നെ അമ്മയ്ക്ക് ഡ്രസ്സല്ല, അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അല്ല, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനം, ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചിട്ട് അച്ഛന്റെ ഡ്രസ്സാണ് ഡ്രസ്സാന്ന് വിചാരിച്ചു. ചുരിദാറിന്റെ പിന്നെ പെണ്ണുങ്ങളാകുമ്പോ സാരി ചുരിദാറാവുന്ന വെച്ചു. പക്ഷെ അതൊന്നല്ല കേട്ടോ, എനിക്ക് ഇഷ്ടായി, ഭയങ്കര ഇഷ്ടായി. സൂപ്പർ. സ്വന്തം കുഞ്ഞാ ടീസ്പൂൺ തിന്നിയ, പക്ഷെ തിന്നണൊന്നും ചെയ്യാൻ പറ്റുമോ? ഞാനിതിന്റെ ഫോൺ എടുത്തിട്ട് എടുക്കുന്നേ. പിന്നെ എനിക്ക് തൈരക്കട എന്തുണ്ടായി, നമ്മളിത് അച്ഛൻ പറഞ്ഞോടെ അവര് കയറിയില്ല. അപ്പൊ ഞാൻ മുണ്ടൂര് വരെ എത്തണം, ഞാൻ കണ്ടതാണ്. സൂപ്പർ. ഇതിട്ടോ കുഞ്ഞനക്ക് ഉടുപ്പോളിക്കും ഇഷ്ടം. കുഞ്ഞന് ഒന്നും എനിക്ക് കിട്ടുന്നില്ല. ഇത് അപ്പ കാത്തുന അപ്പാപ്പന്റെ അടുത്ത് പോകുമ്പോ ഇടിക്കാൻ വേണ്ടിട്ട് കുറച്ച് അത് ജസ്റ്റ് ഒന്ന് കഴിയുമ്പോ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഉണങ്ങും. നമ്മളൊന്ന് ഇറങ്ങുമ്പോഴേക്കും കുഞ്ഞിന്റെ കുഞ്ഞിന്റെ കാത്തൂന്റെ നല്ല ഉടുപ്പ്, അടിപൊളി ഉടുപ്പതിന്റെ. പക്ഷെ ഇപ്പൊ ഇടിക്കണ്ട, വെള്ളാണ് മാമന് വെള്ള. പക്ഷെ നമ്മളിപ്പ ഇടില്ല മാമ. പക്ഷെ മാമന് വേറെ ഒന്നും കൂടി ഉണ്ടല്ലോ, ജീൻസ് ട്രൗസർ. ഓ അത് കൊള്ളോ? ആ കൊള്ളു കൊള്ളു. ഓ ഇതിൽ സെലക്ഷൻ പോയത് എങ്ങനെയാണ് നിങ്ങക്ക് കണ്ടെത്താൻ പറ്റുമോ? ആരുടെ കാര്യം സെലക്ട് ചെയ്തേന്ന്? എന്റെ ലഭ്യവും. ആ ഞാൻ പറഞ്ഞു എനിക്ക് ചുരിദാർ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ തപ്പിക്കൊണ്ടിരിക്കുമ്പോ ചേട്ടനാണ് എനിക്ക് ഇത് എടുത്തോണ്ട് തന്നത്. അച്ഛനും ചേട്ടനുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്തത്. അത് വാച്ചല്ലേ? അതാ വാച്ചാന്നൊക്കെ അറിയാം. ഏതെടുക്കണ നേരത്തെ എന്നോട് പറഞ്ഞു പോയിക്കോളാം. സ്വതവേ ഇഷ്ടമുള്ള സാധന അല്ലേ? ഇഷ്ടമുള്ള ഉടുപ്പ. ഏത് മോഡലിന് അറിയില്ല. അവനെ പറഞ്ഞു ഞാൻ അമ്മയ്ക്ക് ബാഗ് അവരൊക്കെ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ അവര് ക്ലീൻ ആക്കുക. അപ്പൊ പറഞ്ഞു നീ ഇവിടേക്ക് ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. അപ്പൊ പൊന്നും കണ്ടിട്ടില്ല, പൊന്നിന്റെ ഗിഫ്റ്റ് വാച്ച് അതൊന്നും കണ്ടിട്ടില്ല. സെയിം ഷർട്ടാ. അത് ഞാൻ പറഞ്ഞു ക്രിസ്മസിന് അച്ഛനും ബേബിക്ക് സെയിം ഷർട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ക്ലൂ ഒക്കെ ഞാൻ നിനക്ക് തന്നിരുന്നു. അവള് പ്രതീക്ഷിച്ചത് വല്യാസ. നിനക്ക് പ്രാന്ത പ്രാന്ത്. അപ്പൊ അച്ഛൻ പറഞ്ഞത് ആ വഴിയില്ല. ഷേബി ഇന്നലെ ഒരെണ്ണം മതി ഇത് വന്നത്. വാ അല്ല ഇന്നലെ ഞാൻ നോക്കിയാൽ ഇവിടെ പിങ്ക് ആയിരുന്നു. വാച്ച് വെക്കഴിഞ്ഞിപ്പോ പ്രത്യേകിച്ച് ഒരാളന്മാരിവിടെ പണിയുണ്ട് തോന്നുന്നു. അല്ല വാച്ച് കെട്ടി കെട്ടിയുമ്പോഴാട്ടെ വാച്ചിനോട് നമുക്ക് ഇഷ്ടം തോന്നാ അല്ലേ? വാച്ച് കെട്ടി കെട്ടിയുമ്പോ വാച്ചിനോട് നമുക്ക് ഒരു പ്രത്യേക ഇഷ്ടം തോന്നില്ലേ?
അല്ല വേഗം ഇഷ്ടായ നല്ല ഇഷ്ടമായി വിഷ്ണു അപ്പൊ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഞാൻ ഒരിക്കലും. ഞങ്ങൾ എല്ലാരും കൂടെ ക്രിസ്മസിനോട് കൂടെ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ അങ്ങനെയാണ് ഗിഫ്റ്റ് കൊടുക്കല് കുറവാ. എന്താ വെച്ചാ പറഞ്ഞാല് മേടിക്കുമ്പോ ഒരുമിച്ച് എല്ലാരും പോയി മേടിക്കും. ഗിഫ്റ്റ് ആയിട്ടാണ് കൊടുക്കാനും പിടിക്കാനും ഞങ്ങൾക്ക് നേരെ പറ്റാറില്ല കേട്ടാ. അമ്മയ്ക്ക് മേടിച്ചാലും അമ്മയ്ക്ക് മേടിച്ച അങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് അങ്ങനെ അങ്ങോട്ട് ആരും കൊടുക്കാറില്ല. പക്ഷെ എന്റെ ഒരു വലിയ ആഗ്രഹം എല്ലാ പ്രാവശ്യം ഞങ്ങൾ പിച്ച വേണ്ടിട്ട് അടിക്കാറ്. എല്ലാ പ്രാവശ്യം എന്തെങ്കിലും പരിപാടിയാണ് ഞങ്ങൾ പിച്ചയായിരിക്കും. അതൊരു ശീല. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് വർക്കിന്റെ ആവശ്യത്തിന് ഞങ്ങൾ വെച്ചു ഈ വർക്കിന്റെ ആവശ്യം ഞങ്ങൾ വേറെ ഒന്നിനും യൂസ് ചെയ്തില്ല. ഇത് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിട്ട് ഗിഫ്റ്റ് മേടിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഇറങ്ങി. എന്നാലും നമുക്കത് സന്തോഷമാണ്. എന്തൊരു സാധനമായാലും അത് മക്കളുടെ കൈ കൊണ്ട് ഓടിയിട്ടാണ് ഞാൻ എടുത്തത്. ഇതൊക്കെ എങ്ങനെ പാക്ക് ചെയ്തപ്പോ ഇവിടെ വന്നിട്ട് മിനിറ്റിനുള്ളിൽ എനിക്ക് സ്റ്റിക്കർ എടുത്തോ എന്തൊക്കെയോ ഒട്ടിച്ച് സെറ്റ് ചെയ്ത് വെച്ച് അമ്മയുടെ എന്റെയും പാക്ക് ചെയ്തിട്ടായിട്ട് തന്നത്. അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് നമ്മുടെ മക്കളുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോണ്ടല്ലോ അത് ഭയങ്കര സന്തോഷാണ്. അത് എത്ര ചെറുതായാലും വലുതായാലും അവര് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചു തരുമ്പോ അത് ഭയങ്കര സന്തോഷം. അച്ഛനും അത് ഭയങ്കര സന്തോഷമായിട്ട് അത് കൊണ്ട് പോയിന്റെ അച്ഛൻ. എന്താ പറയാ സത്യമാ നമുക്കത് ഇങ്ങനെ ആലോചിക്കുമ്പോ സങ്കടം വരിക. അങ്ങനെ സങ്കടം വരല്ല സന്തോഷം കൊണ്ടാണ്. ഈ മക്കള് വലുതായി കല്യാണം കഴിഞ്ഞ് അവര് നല്ലായിട്ട് കറക്റ്റാ ഭംഗിയുണ്ടല്ലേ സെറ്റ് ഇവര് മേടിച്ച് ഒന്നാമത് രാവുമ്പോ അവര് നമ്മൾ ഒരുമിച്ച് അവര് ഒറ്റയ്ക്ക് അതുകൊണ്ടാണ് ഞങ്ങക്ക് ഇത്രയും നാള് മേടിക്കാൻ പറ്റാതിരുന്നത്. രാവുമ്പോ അവര് ഞങ്ങള് അങ്ങനെ മാറി നിൽക്കാത്താരം ഞങ്ങക്ക് അങ്ങോട്ട് ഒന്നും മേടിക്കാനോ പിടിക്കാനോ ആരും അറിയാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ഇന്നലെ പറഞ്ഞില്ലല്ലോ ഇല്ല. ഇന്നലെ ഇവരെ കാണണ്ടേ വർക്കിന് പോയിട്ട് ഇവര് മുണ്ടൂര് വരെ എത്ര പേർക്ക് വിളിച്ചിട്ട് അവിടെ നിന്ന് പിന്നെ കാണാനും 3 പേര്. അപ്പൊ ഞാൻ എന്നോട് എന്താ പിള്ളേർ അപ്പൊ ഞാൻ ഉണ്ടാവും. ഞാൻ എന്നോട് ചോദിച്ചല്ലോ നീ ഇത്ര നേരം വർക്ക് ആയിട്ട് പറഞ്ഞിട്ട് എന്റെ 10 മണിക്കാണ്ട് വിളിക്കുമ്പോ നീ അറിഞ്ഞാണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 10 മണിയല്ല 1:30 അല്ലേ ഡ്രസ് വെച്ചു. പക്ഷെ പെട്ടെന്ന് തേച്ചിറങ്ങിന്ന് മാത്രം. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടാ. അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ കിട്ടിയ സന്തോഷത്തിൽ നമ്മളടുത്തത് പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചിരിക്കുന്നു കേട്ടോ. ക്രിസ്മസ് അല്ല അപ്പോൾ അവിടേക്ക് കേക്ക് കൊണ്ടൊക്കെ ഷേപ്പിൽ കേക്ക് മേടിച്ചിരുന്നു. അപ്പോൾ അത് കൊണ്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞു. അവർ പറഞ്ഞു നമുക്ക് വന്നിട്ടുണ്ടോ. ഞാൻ പറഞ്ഞു 3, 3:30, 4 മണി ഞാൻ എപ്പോൾ ഊണയിച്ചിട്ട് പോയാൽ മതി പറഞ്ഞു. ഞങ്ങൾക്ക് ഇന്ന് രാത്രി ആകുമ്പോൾ കണ്ണൂർക്ക് പോകാണ്ട്. അപ്പോൾ ഞാൻ ഇനി വന്നു കഴിഞ്ഞാൽ നേരം ഉണ്ടാവില്ല. അവിടെയാണെങ്കിൽ പോയിരുന്നാൽ കുറേ നേരം വർത്തമാനം പറഞ്ഞിരിക്കും ചെയ്യും പിള്ളേരൊക്കെ ഉള്ളതായിരുന്നു. അങ്ങനെ മീൻകറിയും ചിക്കനൊക്കെ കൂട്ടിയിട്ട് ഞാനിന്ന് വയറ് നിറയെ ഫുഡ് കഴിച്ചു. ആ ഇട്ട ചോറ് കേട്ടോ, എൻ്റെ പ്ലേറ്റ് ഇട്ട ചോറ്. പിന്നെ എക്സ്ട്രാ വേറെ ചോറൊന്നും എടുത്തില്ല. ഇട്ടത് ഞാൻ നല്ല സന്തോഷത്തോടു കൂടി സംതൃപ്തിയായിട്ട് കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ആ മീൻകറിയും പപ്പടവും അച്ചാറും കൂടി കുഴച്ച് തിന്നുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ. സ്വർഗമാമാ സ്വർഗം. വൈനും ഉണ്ടായിരുന്നു കേട്ടോ. കുണുക്കനും കുണിക്ക് ഒരു 3 കുപ്പി ബേക്കറി വൈനാട്ടോ. ആൽക്കഹോളൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ 2 കുപ്പി അവിടെ മേടിച്ച് 1 കുപ്പി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചത്തെ ആകുമ്പോഴേക്കും ഏകദേശം കഴിഞ്ഞ് രാത്രിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇരിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നോട്ടത്. അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ പേര് വീഡിയോ എടുക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾ കഴിക്കാൻ വേണ്ടി എനിക്ക് വെച്ചിട്ട് പോയിട്ട് ഞാൻ കഴിക്കാട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ ചിക്കൻ മസാല പറ്റി ഫ്രിഡ്ജിൽ വെച്ചത് തൈരിൻ്റെ ഡെപ്പറ. പക്ഷേ അത് അതിനായിട്ട് കണ്ടില്ല, ഞാനും കണ്ടില്ല. അപ്പോൾ അത് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ അപ്പോൾ ഞാൻ എന്നെ ചിലവാലും പിന്നെ ഞങ്ങൾക്ക് ഇന്ന് രാത്രി കണ്ണൂർക്ക് പോകാൻ എല്ലാം വെച്ചിട്ട് കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ട്. കുറേ ദിവസമായി ചോറ് കൊണ്ടിട്ട് ഇഷ്ടമായിടാൻ പറ്റുന്ന പൈസ ലാസ്റ്റ് അതിനുശേഷം ഇപ്പോഴാണ് കഴിക്കുന്നത്. ചോറിന് വേറെ ലെവലാട്ടാ. വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും മതി. ആ കൂപ്പി വന്നെങ്കിലും ചോറിനാണ്ടിരിക്കാൻ പറ്റും. ദേഹം ഇന്ന് ചോറിന് എന്തൊക്കെയാണെന്നുള്ള നമ്മോട് തന്നെ ചോദിക്കണം.
അമ്മയാണ് ചിക്കൻ കറിക്കുള്ളതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഇരിക്കുന്നത് വീട്ടില്. അടിപൊളിയായി. ഇത് ബീഫ് കറി ഉണ്ട്, ആവോലി വറുത്തത്, പയറുപ്പേരി, വറ്റ വറുത്തത്, ബീഫ് റോസ്റ്റ്, മീൻ മുളകിട്ടത്, ചിക്കൻ വറുത്തത്. പിന്നെ അച്ചാറുണ്ട്, പപ്പടുണ്ട്, ലാസ്റ്റല് മുന്തിരി വൈനുണ്ട്. ഞങ്ങൾ പരിപ്പ് കറിയൊക്കെ ഉണ്ട്. പക്ഷെ ഇത് തന്നെ ഓവറാണ് ഞങ്ങൾക്ക്. പക്ഷെ ഇത് തന്നെ ഞങ്ങളിപ്പോ ഞാൻ പിന്നെ കഴിക്കും. ഇവരാരും എല്ലാവരും തിന്നണവരല്ല. അപ്പൊ എങ്ങനെയുണ്ട് കറിയൊക്കെ കൂട്ടമ്മ? അമ്മേടെയാണ് അറിയേണ്ടത് കേട്ടോ. ആ കയ്യിലൊന്ന് പയറുപ്പേരി ഇടാം. ഞാൻ ആരെയും നോക്കണില്ല കേട്ടോ. ഇവിടെ ആൾക്കാരൊന്നും എത്തില്ല. പക്ഷെ ഞാൻ കഴിക്കായിരുന്നു കേട്ടോ. ഇവരാരും ചോറ് ഞങ്ങൾ പുറത്ത് പോകാം ചോറിനാണ്ട് പോകാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ പോവാ നമ്മള്. അവർക്ക് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലേ. ഞാൻ കുറേ ദിവസമായി ചോറ് വെച്ചിട്ട്. എന്തായാലും ചോറ് കഴിക്കുക. എന്താ ഹാപ്പി ക്രിസ്മസ്. വൈൻ തന്നെയാട്ടോ, വേറെ ഒന്നല്ല. ഞങ്ങളുടെ വീട്ടിലത് തന്നെയുള്ളൂ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അതും ബേക്കറി വൈൻ, നോ ആൽക്കഹോൾ. പുണിക്ക് പെപ്സിയുടെ ആളാ. അവള് പെപ്സി മാത്രമേ കുടിക്കുള്ളൂ. ആ കുണുക്കനെ നമുക്ക് ഇതിൽ കാണില്ല. കുണുക്കൻ ഫുഡ് കഴിച്ചു. അതായത് അപ്പം ബ്രെഡ് അവന് ഭയങ്കര ഇഷ്ടമായി രാവിലത്തെ ഫുഡ്. അടിപൊളി, നല്ല സോഫ്റ്റ് ഉള്ളത്. പൊന്നു പിന്നെ കാത്തൂര് പാലോട്ട് ഉറക്കിട്ട് ഇപ്പൊ വരും. അപ്പോഴേക്കും ഞാനിതേ ഈ അച്ചാറും മീൻകറിയും ഉപ്പേരിയും പപ്പടവും. എത്ര ദിവസമായി പപ്പടം കണ്ടിട്ട് ഞാൻ കുറെ ദിവസമായി. പപ്പടം എന്തൊക്കെയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം പപ്പടം. ചിക്കൻ വറുത്തത്, മീൻ വറുത്തത്, ഇതൊക്കെ തിന്നിട്ട് കുറേ നാളായിട്ടാ. കഴിച്ചോ? അമ്മ അടിപൊളി. കഴിച്ചോ? അവള് മീൻകറി പപ്പടം കൂടി കുഴച്ചിട്ടുണ്ടല്ലോ. ഓ സ്വർഗം സത്യം കേട്ടോ. ലൈഫില് എല്ലാത്തിനും വലുത് ചോറാന്ന് മനസ്സിലായി. മറ്റെന്ത് ഫുഡിനേക്കാളും വില അറിയാം. എനിക്ക് ചോറ് അഡിക്റ്റ് ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കൊറേല്ലേ അതിന്റെ ഇതാണ്. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ കാണാലമ്മ. അങ്ങനെ ഇത് നമ്മുടെ പൊന്നിൻ്റെ ഫുഡ് കഴിക്കണോട്ടെ. പൊന്നിനെ വിളിച്ച് തോറ്റു. പൊന്നു കാത്തുനെ ഉറക്കാൻ കിടക്കുകയാണ്. ഇപ്പോൾ വരാമെന്നുകൊണ്ട് വിളിച്ച് പോകാൻ കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അന്നേരം അവൾ വന്നിട്ട് ഞാൻ അവസാനിപ്പിക്കുള്ളൂ. അങ്ങനെ ഇവൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ പൊന്നെ വരുന്നു. എനിക്ക് പൊന്നിൻ്റെ ഡ്രസ്സ് നല്ല ഇഷ്ടമായിട്ട് അടിപൊളി ഡ്രസ്സായിരുന്നു. ഇത് പൊന്നിൻ്റെ ഫുഡായിട്ട് പ്ലേറ്റായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചട്ടം വീതം ചോറിന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൊന്നിൻ്റെ വീട്ടിലെ രാത്രിത്തെ ഒരു ഹോളിലെ ഭംഗിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തു. എല്ലാവരും ഉറങ്ങിയതിന് ശേഷം കേട്ടോ ഞാൻ എല്ലാ പണികളും കഴിഞ്ഞിട്ട് കുളിച്ച് വന്നിട്ട് ഞാൻ ഇവിടെയൊക്കെ വീഡിയോ എടുക്കട്ടെ എന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട്. കാരണം എന്ത് രസമല്ല. പൊന്നിൻ്റെ വീട് രസമുണ്ടല്ലോ കേട്ടോ. നല്ല വീട്, ഭയങ്കര ലക്കിയിൽ കിട്ടിയൊരു വീടെന്ന് തന്നെ പറയാം കേട്ടോ. വീടായാലും അവിടുത്തെ അമ്മച്ചിയായാലും ഭയങ്കര സ്നേഹമായിട്ടോ. താഴെയുള്ളൊരു അമ്മച്ചിയുണ്ട്. അപ്പോൾ പൊന്നിനും സേമിക്കൊരു സ്വന്തം ഒരു അമ്മച്ചീനെ തന്നെയാണ് കേട്ടോ അവർ. അങ്ങനെ അമ്മച്ചിക്ക് അതെ കാർട്ടൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ രാത്രിയും 2 മണിയപ്പോൾ ഞങ്ങൾ പറശ്ശിനിക്കടവ് പോയിട്ടത്. ഈ പറശ്ശിനിക്കടവ് അല്ല, കണ്ണൂർ പൊന്നിന് വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞ് ഞങ്ങളതിന് പറശ്ശിനിക്കടവ് മുത്തപ്പനെ തൊഴാൻ വേണ്ടി പറശ്ശിനിക്കടവ് പോകുമ്പോഴാണ് പറയുന്നത് അവിടെ മുത്തപ്പൻ ഉണ്ടാവില്ല 1.5 മാസത്തോളം. ഇത് ഏത് സ്ഥലം കേട്ടോ? സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു കേട്ടോ. ഒരു മലയുടെ മുകളിലാണ് കേട്ടോ മുത്തപ്പ. 1.5 മാസത്തോളം അവിടെ ഉണ്ടാകും. അപ്പോൾ ഞാൻ അവിടേക്ക് തൊഴാൻ പോവാണ് കേട്ടോ മുത്തപ്പനെ കാണാൻ. പളനിമല കയറുമ്പോഴൊക്കെ ഞങ്ങൾ ഇങ്ങനെ രണ്ടാണ് കൈ പിടിച്ച് പതുക്കെ തന്നെ കയറട്ടെ. അതിപ്പോൾ ആരെയും കാണിക്കാനും ഭംഗിക്കൊന്നുമല്ല. ഞങ്ങൾ സ്വന്തം അങ്ങനെയാണ്. അപ്പോൾ മുത്തപ്പൻ്റെ അനുഗ്രഹം കിട്ടി. മുത്തപ്പനെ തൊഴുതു. മുത്തപ്പൻ പറഞ്ഞിട്ട് മുത്തപ്പനെ പ്രാർത്ഥിച്ചോളോ, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കും, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെന്നൊക്കെ മുത്തപ്പനോട് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടപ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ മുത്തപ്പനോട് ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നടന്നെടുത്തോലും മുത്തപ്പനാണ് ഞങ്ങൾ ഈ മല കയറി പോകട്ടെ മുത്തപ്പൻ്റെ അടുത്തേക്ക്. അങ്ങനെ
അങ്ങനെ മുത്തപ്പൻ്റെ എല്ലാ അനുഗ്രഹത്തോടു കൂടി ഞങ്ങൾ മുത്തപ്പനെ തൊഴുതു. അവിടെ നിന്ന് മടങ്ങി ഞങ്ങൾ പുലർച്ചെ 3 മണിയാകുമ്പോഴാണ് വീടെത്തിയത്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയായിരുന്നു. പൊന്നൂന് കണ്ണൂർ വർക്ക് ഉണ്ടായിരുന്നു. പൊന്നൂൻ്റെ വർക്കിന് പൊന്നു പറഞ്ഞു അമ്മ എന്തായാലും ഞങ്ങൾ വർക്കിന് പോവല്ലേ, അപ്പോൾ അമ്മയും അച്ഛനും ഉണ്ടെങ്കിൽ കയറിക്കൊണ്ടു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോയി മുത്തപ്പനെ കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.